ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2 15 ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ്. ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പോക്കോ X2 യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ട്രിക്സിലേക്ക് കിടക്കാം. ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫീച്ചേഴ്സിലേക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ വെൽബിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഡിജിറ്റൽ വെൽബിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ വെൽബിങ്ങിൽ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റിട്ടുള്ളപ്പോൾ ഞാനൊരു 8:15 എഴുന്നേറ്റത്. അതിനുശേഷം 45 മിനിറ്റ് ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എത്ര സമയത്തോളം ഞാൻ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, എത്ര നോട്ടിഫിക്കേഷൻ അതിനുശേഷം വന്നു. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ഇന്നലത്തെ കാര്യം കാണിച്ചു തരാം. ഇന്നലത്തെ കാര്യം ഞാൻ ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇന്നലത്തെ ഡീറ്റെയിൽ എടുത്തു. ഇന്നലെ ഡീറ്റെയിൽ എടുത്തപ്പോൾ 7 മണിക്കൂർ 47 മിനിറ്റ് ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2.5 മണിക്കൂറിന് മേലേക്ക് 2.25 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രീ ഫയർ, അതിനുശേഷം പബ്ജി, അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ കിട്ടും. പിന്നെ ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കാണിച്ചാൽ വേറെ ദിവസത്തെ മണ്ടയിലത്തെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 മണിക്കൂർ ഫ്രീ ഫയർ, അത് കഴിഞ്ഞ് യൂട്യൂബ്. അപ്പോൾ നമ്മുടെ യൂസേജിൻ്റെ ഒരു അളവ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാക്സിമം യൂസ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. അത് തന്നെ അതിൻ്റെ അടിയിലായിട്ടൊരു വിൻഡ് ഡൗൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ യൂസേജ് എന്നുണ്ടെങ്കിൽ നമ്മളിത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ഒരു 12 മണി നമ്മൾ ഉറങ്ങുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ എനിക്കുന്ന സമയം ഒരു 7 മണിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിൻഡ് ഡൗൺ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എത്ര മണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രാത്രി, ആ സമയം കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ എനിക്കന്നൊരു സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയം നമുക്ക് ഒരു അലാറാം വിത്ത് 7 മണിയാകുമ്പോൾ ഈ സ്ക്രീൻ ആ സമയത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് വൈറ്റ് മോഡിലേക്ക് പോവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അലാറാം കൂടി സെറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ പാരന്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഏതെല്ലാം നമ്മൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ ഏതെല്ലാം ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഏതൊക്കെ മൊബൈലുകൾ ഏതെല്ലാം ആപ്പുകൾ നമുക്ക് അലോ ചെയ്യാമെന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ആപ്പുകളൊന്നും തുറക്കാതെ അവർക്ക് ഏതാണോ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് കാണാനായിട്ട് എടുക്കുകയും യൂട്യൂബ് മാത്രം തുറക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വേറെ മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഏതെല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്നുള്ളത് മോണിറ്റർ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഹാങ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്ര റാം നമ്മുടെ മൊബൈൽ യൂസ് ആയി എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ കുറേ ആപ്പുകളും അല്ലെങ്കിൽ കുറേ ഗെയിമുകളും കയറ്റി നമ്മുടെ മൊബൈൽ ഫുള്ളായെന്ന് ചോദിക്കുക. അപ്പോൾ എത്ര റാം ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാനായിട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ അത് ഓൺ ചെയ്തിടാവുന്നതാണ്. സെറ്റിങ്സിൽ പോയതിന് മോർ സെറ്റിങ്സിൽ പോവുക, ലോങ് പ്രസ് ചെയ്തതിന് ശേഷം കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് വരും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഷോ മെമ്മറി സ്റ്റാറ്റസ് എന്നുള്ളതുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഏതെല്ലാം ആപ്പുകൾ എന്നുള്ളത് കാണാനുള്ളതിൽ മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറേജ് നമ്മുടെ എത്ര റാം യൂസ് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 6 GB റാം ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ 3.3 റാം യൂസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീനാണ്. അത് കുറേ പേർക്ക് അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആപ്പുകൾ അല്ലെങ്കിൽ 2 ആക്ടിവിറ്റികൾ അറ്റ് എ ടൈം ചെയ്യാൻ സാധിക്കും. നമുക്ക് അടിയിലത്തെ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാം. അത് കഴിഞ്ഞാൽ നമുക്ക് മേലത്തെ ഇതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അറ്റ് എ ടൈം 2 ഇതിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എടുത്തിട്ട് അടിക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ആപ്പുകളിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സെക്യൂരിറ്റി മാത്രമല്ല, നിങ്ങളുടെ സ്റ്റോറേജ് ആയാലും പ്രൈവസിയിലായാലും ഇൻ കേസ് വല്ല വൈറസോ കാര്യങ്ങളോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി തന്നിട്ടുള്ള ഒരു സ്കാനറാണ്. അതിൽ നിങ്ങൾ പുറത്തുനിന്നൊരു സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാങ്ങോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മനസ്സിലാവാൻ സാധിക്കും. അതിനുശേഷം ഇതോടെ ക്ലീൻ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ക്ലീൻ നൗ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അതിൽ അൺവാണ്ടഡ് ആയിട്ട് ചില ഫയൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇതിലൂടെ ക്ലോസ് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പറയും ഫേസ്ബുക്കിൽ നമ്മൾ അവസാനം നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങനെയെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. വാട്സപ്പിലായാലും
അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു യൂസ്ഫുൾ. പലരും പറയും നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലുള്ള സ്കാനർ കൊണ്ട് വലിയ യൂസ് ഇല്ലാന്ന്. എനിക്ക് പേഴ്സണലി വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം അഡീഷണൽ സെറ്റിങ്സ് പോവാം. അഡീഷണൽ സെറ്റിങ്സ് അവിടെ അഡീഷണൽ സെറ്റിങ്സിൽ പോവുക. അഡീഷണൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബട്ടൺ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ടിൻ്റെ ഒരു കാര്യമാണ്. 3 ഫിംഗർ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് കുറേ പേര് പറഞ്ഞത് എങ്ങനെ സെറ്റ് ചെയ്യണേ എന്നുള്ളത്, എവിടെയൊക്കെ എടുക്കണേന്ന് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബട്ടൺ ഷോർട്ട് കട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടേക്ക് സ്ക്രീൻഷോട്ട്, നമുക്ക് പല രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫിംഗർ സ്ക്രീൻഷോട്ടാണ്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ 3 ഫിംഗർ വെച്ചിട്ട് വെറുതെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ 3 ഫിംഗർ വെച്ചിട്ട് സ്ക്രീനിലൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഇത് ഓൺ ചെയ്തതിന് ശേഷം ഒരു ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ട് വരും. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം. അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നത് 0.5 സെക്കൻഡാണ്. അതൊന്നും ഒരു ചെറിയ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് ഓപ്പൺ ആവാൻ കുറേ ഓപ്ഷൻസായി പറയുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ക്വിക്ക് ബോൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഐഫോണിലൊക്കെ കണ്ടിരുന്ന ഓപ്ഷൻ തന്നെയാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനായിട്ട് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോൾ കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസേഷൻ ലഭിക്കും. ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് ഷോർട്ട് കട്ട് എന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 5 ബട്ടൺസാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 5 ബട്ടൺസ്. ഈ 5 ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഒരു ബട്ടൺ നമുക്ക് ബ്ലൂടൂത്ത്, അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഏത് വേണം, നിങ്ങൾക്ക് എന്താണോ മാക്സിമം യൂസ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഏതാണ് യൂസ് എങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് 5 ബട്ടണിലും ഏതൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ പലർക്കും 1 ഹാൻഡ് യൂസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് വേഗത്തിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതിന് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ കസ്റ്റമൈസേഷൻ ഉണ്ട്. നമുക്ക് ലോക്ക് സ്ക്രീനിൽ വേണമെങ്കിൽ ലോക്ക് സ്ക്രീനിലടക്കം ഇത് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഐഫോൺ മോഡൽ ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ യൂസ് ചെയ്തിരുന്നതിലൊരു യൂണീക്ക്നെസ് തിരിച്ചു കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. ഒരു കാര്യം തന്നെ, നമ്മൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം കുറേ പേര് പ്രശ്നം പറയുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലായിട്ട് നമുക്ക് ബാറ്ററി യൂസേജ് സ്റ്റാറ്റസ് എന്നൊരു സാധനം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി യൂസ് ചെയ്തതിൻ്റെ ഒരു അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നലെ 2 വട്ടം ചാർജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 വട്ടം ചാർജ് ചെയ്തതിൽ നിന്ന് കാര്യം നമ്മളിപ്പോൾ ലാസ്റ്റ് ചാർജ് ചെയ്തിട്ട് 10 മണിക്കൂറും 43 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രിയാണ് നമ്മൾ ചാർജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്തത് ഇപ്പോൾ 100% ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് 33 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ദിവസം മുന്നാണ് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് 50% 60% അതിന് ശേഷം വീണ്ടും ചാർജ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് ഇതിൻ്റെ സ്ക്രീനിലാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 120 ഹെർട്സ്, ഞാൻ പേഴ്സണലി പറയുന്നത് 120 ഹെർട്സിൽ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെർഫോമൻസ് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഇതും കൊണ്ട് വേറെ സ്ഥലത്തേക്കൊന്നും പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ലോക്കലായിട്ടുള്ള സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുള്ളൂ. അല്ലാണ്ട് നമ്മളിതൊരു ലോങ് ഡ്രൈവിന് പോകുമ്പോഴാണ് നമ്മൾ 60 ഹെർട്സിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻ കേസ് ഇത്തിരി ബാറ്ററി കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ 60 ഹെർട്സിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് യൂസ് ആവുന്നു. ഇപ്പോൾ PUBG ഞാൻ ഇന്നലെ 1 മണിക്കൂർ കളിച്ചു എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ കളിച്ചപ്പോൾ എനിക്ക് 33.4% മാത്രമാണ് PUBG എന്നൊരു ആപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ക്രീനും
ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു, ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെയ്തിട്ടുള്ള 20% അല്ലെങ്കിൽ 18% ഒരു മണിക്കൂറിൽ ഫ്രീ ഫയറിൽ ബാറ്ററി ലോസ് ആവുന്നത്. ഞാൻ ഫ്രീ ഫയർ എന്നൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ ആ ആപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു 3% ഒരു 1 ഹവറിൽ അത്രയാണ് ബാറ്ററി യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്ക്രീൻ ഓൺ ആയിട്ടിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് റിഫ്രഷ് റേറ്റ് എല്ലാം കൂടിയിട്ട് ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ബാറ്ററി ഇത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ഡ്രെയിനേജിൻ്റെ ഒരു കണക്ക് നമ്മൾ എടുക്കുന്നത്. അതായത് PUBG നമ്മൾ ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 38 മിനിറ്റാണ്. അപ്പോൾ PUBG എന്നൊരു ആപ്പ് റൺ ആവാനായിട്ട് ബാറ്ററി എടുത്തിട്ടുള്ളത് 2.8% ആണ്. അതും പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു PUBG ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, സ്ക്രീനെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ റിഫ്രഷ് റേറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബാറ്ററി വലിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഗ്രാഫ് കാണാൻ സാധിക്കും, എത്ര നേരം നമ്മുടെ സ്ക്രീൻ ഓൺ ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് ഫുൾ ചാർജ് ചെയ്ത് എപ്പോഴാണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് ലഭിക്കും. പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി സേവർ മോഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഓൺ ചെയ്യാമെന്ന്. അത് നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിലെ ഒരു ബ്രൈറ്റ്നെസ് ഇത്തിരി കുറയും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ കാണുമ്പോൾ ഒരു ചെറിയൊരു റെഡിഷ് കളർ എന്നുണ്ടെങ്കിൽ അതൊരു സേവർ മോഡിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ബാറ്ററി ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് ബാറ്ററി ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ലൈറ്റിനെ ഡിമ്മാക്കുന്ന ഒരു രീതിയാണ്, അല്ലാണ്ട് വേറൊരു പ്രശ്നമല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാറ്ററി സേവർ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാണാനൊരു ചെറിയൊരു ഭംഗി കുറവ് മാതിരി ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവാത്തതാണ്. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റിംഗ് ടോൺസ് എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ ഉള്ള റിംഗ് ടോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ആയിക്കോട്ടെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് വിളിക്കുമ്പോഴത്തെ റിംഗ് ടോൺ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത് ഓർക്കുക. പിന്നെ ഏത് കോൺടാക്റ്റിനാണോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റിംഗ് ടോൺ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. മോറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡിഫാൾട്ട് റിംഗ് ടൂൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചൂസ് ലോക്കൽ റിംഗ് ടൂൺ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണ് സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാണ് ചുമ്മാ ഒരു കാര്യത്തിന്. അതിന് ശേഷം ഇവിടെ ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമുക്ക് റിംഗ് ടൂൺ സെലക്ട് ആയി കാണാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതാണ്, അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിക്ക് ആ റിംഗ് ടൂൺ സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അപ്ലൈ കൊടുത്താൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത് ബാക്കിലേക്ക് വന്ന് സക്സസ്ഫുള്ളി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ A2 എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്താണ്. നിങ്ങൾ ഏത് വ്യക്തിയുടെ നമ്പറാണോ അവിടെ സേവ് ചെയ്തിട്ടുള്ളത് അവരുടെ സെപ്പറേറ്റ് റിംഗ് ടൂൺ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ള 15 ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടിയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.